ഹലോ ഗായ്സ്, മലയാളികൾക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് സാമ്പാർ. സദ്യക്കായാലും അത് ഏത് തരം സദ്യക്കായാലും വെജിറ്റേറിയൻ്റെ കിങ് എന്നറിയപ്പെടുന്ന, ഏകദേശം അങ്ങനെ പറയാം, ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി സാമ്പാർ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ രാജാവാക്കിയ ഒരു സാമ്പാറിനെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വരും, നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കാം. കമോൺ, ലെറ്റ്സ് ഗോ ടു മേക്ക് ആൻ സിമ്പിൾ സാമ്പാർ. വറുത്തരയ്ക്കാതെ വറുത്തരച്ച രുചിയിലുള്ള ഒരു സാമ്പാറാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. 1 കപ്പ് പരിപ്പ്, അതിലേക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത് അടുപ്പത്ത് വെച്ച് തിള വന്ന് കഴിയുമ്പോൾ ഒരു പാതി വേവാകുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വെക്കുന്ന കറികൾ അനുസരിച്ച് വേണം ഇത് ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരു 10 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു 2-3 പയറ്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങാക്കോൽ, നടുവെ കീറിയ 2 പച്ചമുളക്, ഒരു തക്കാളി മുറിച്ചത്, പിന്നെ ഒരു പടവലങ്ങ, ചെറിയ ഒരു കഷ്ണം മുറിച്ചത്, ഇത്രയും ഞാൻ എൻ്റെ സാമ്പാറിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇനി അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കേണ്ടതുണ്ട്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച 3 അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ നല്ലോണം എല്ലാം ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വരാനായി വെയിറ്റ് ചെയ്യുകയാണ്. ഈ തിള വന്നതിന് ശേഷമാണ് സാമ്പാർ അടച്ചു വെച്ച് വേവിക്കേണ്ടത്. ഈ തിളയ്ക്കുന്ന സമയത്തിൽ ഞാൻ ഒരു നുള്ളു ജീരകം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സാമ്പാർ പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്, കഷ്ണങ്ങൾക്ക് ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. എന്നിട്ട് ഞാനിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അതേസമയം ഞാൻ ഒരു ചെറിയ ഉണ്ട വാളൻ പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിന് ശേഷം ബാക്കിയുള്ള ആ പുളിയുടെ സത്ത് കൂടി എടുക്കാൻ ചൂടുവെള്ളം ഒഴിച്ച് ഇതേ രീതിയിൽ ഒഴിക്കുന്നു. മറ്റൊരു പാൻ എടുത്ത് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക, ഒരു 4 വെണ്ടയ്ക്ക ഞാനിട്ട് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് സാമ്പാർ തിളയ്ക്കുന്നുണ്ട്. ഈ നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ഈ വെണ്ടയ്ക്ക ആഡ് ചെയ്യുകയാണ്. ഇത് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ വെണ്ടയ്ക്ക അമിതമായി വെന്ത് കലങ്ങി പോവാതിരിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ ഞാൻ അതേ പാൻ യൂസ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ എന്നിവ ചേർത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ സാമ്പാർ പൊടി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്ത് നല്ല രീതിയിൽ മൂപ്പിക്കുന്നുണ്ട്. ഒരു പൊടി മൂത്ത മണം നമ്മളുടെ മൂക്കിലേക്ക് അടിക്കുന്ന ആ ഒരു നിമിഷത്തിന് ശേഷം നമ്മൾ ഇതെടുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കുന്നു. ഈ ഒരു മിക്സാണ് നമ്മുടെ സാമ്പാറിന് ഒരു വറുത്തരച്ച ടേസ്റ്റ് നൽകുന്നത്. ഇപ്പോൾ തന്നെ അത് കളർ മാറിയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ കൊഴുപ്പ് നോക്കണം. ഈ സമയം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാൻ അപ്പുറത്ത് ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുക് വറുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില, ഒരു മുളക് 2ആയി മുറിച്ചത്, വറ്റൽമുളക് 2ആയി മുറിച്ചത് മിക്സ് ചെയ്ത് ഞാൻ എൻ്റെ സാമ്പാറിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മുടെ സാമ്പാറിന് ഒരു കൊഴുപ്പ്, ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ ഇത് ഇറക്കി ഞാൻ ചോറിൻ്റെ കൂടെയാണ് എൻ്റെ സാമ്പാർ സെർവ് ചെയ്യുന്നത്. ഇത് വറുത്തരച്ച അതേ രുചിയിൽ നമുക്ക് ഈ നമ്മുടെ സാമ്പാർ കഴിക്കാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.